ഗവർണർ SFI പോര് കത്തി നിൽക്കുന്നതിനിടെ മോദി തന്നെ വീണ്ടും രാജ്യം ഭരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് CPM മുഖപത്രമായ ദേശാഭിമാനി. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചനയോടെ ഒന്നാം പേജിലാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഗവർണർ പോരിൽ സർക്കാർ വെള്ളം കുടിക്കുമ്പോഴാണ് ദേശാഭിമാനിയുടെ വക BJP അനുകൂലമായ ഇത്തരമൊരു വാർത്ത. ഉപരാഷ്ട്രപതി സ്ഥാനം ലക്ഷ്യമിട്ട് നിരാശനായ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ തുടരാൻ പരിശ്രമം തുടങ്ങി. അടുത്ത സെപ്റ്റംബറിൽ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ RSS BJP സംസ്ഥാന നേതൃത്വങ്ങളുടെ പിന്തുണയോടെ കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരമെന്ന് തുടങ്ങി. കേരളത്തിൽ ഗവർണർമാർക്ക് രണ്ടാം വട്ടം അവസരം നൽകിയിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നാൽ കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് BJP സംസ്ഥാന നേതൃത്വവും എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ അവസാനിക്കുന്ന വാർത്തയാണ് ദേശാഭിമാനി പത്രത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനി ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്തിനെ വിളിച്ച് അതൃപ്തി അറിയിച്ചെന്നാണ് റിപ്പോർട്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ എന്ന മട്ടിലുള്ള വാർത്തയാണ് വിവാദമായിരിക്കുന്നത്. ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിലായിരുന്നു ഒന്നാം പേജ് വാർത്ത. ഗവർണർ പദവിയിൽ സെപ്റ്റംബറിൽ കാലാവധി കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനം കിട്ടാൻ കേരള BJP നേതാക്കളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു എന്നാണ് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്തയുടെ ഉള്ളടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സെപ്റ്റംബറിലെ ഗവർണർ നിയമനവും മോദി തീരുമാനിക്കുമെന്ന ഉറപ്പിലുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയത്. വാർത്ത അച്ചടിച്ചിറക്കി ഒടുക്കം മുതിർന്ന നേതാക്കളടക്കം അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് അമളി പറ്റിയെന്ന ബോധം ദേശാഭിമാനിക്ക് വരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ എന്ന മട്ടിലാണ് വാർത്തയെങ്കിലും എഴുതി അവസാനിപ്പിച്ച് പബ്ലിഷ് ചെയ്തപ്പോഴാണ് തങ്ങൾ പോലും അറിയാതെ ഇത് ഗവർണർക്ക് അനുകൂലമായ വാർത്തയായി പോയ കാര്യം ദേശാഭിമാനി പോലും മനസ്സിലാക്കുന്നത്. ഏതായാലും വിഷയത്തിൽ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കാനുള്ള തീരുമാനമെടുത്ത ചീഫ് ന്യൂസ് എഡിറ്റർക്കും ലേഖകനും ഉടൻ തന്നെ വിശദീകരണം നൽകേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടെടുത്ത മോദി എന്ന് കളിയാക്കിയ ടെലഗ്രാഫ് പത്രം എഡിറ്റർ അറ്റ്ലാർജ് രാജഗോപാലിന്റെ അഭിമുഖം അടുത്തിടെ ദേശാഭിമാനി എഡിറ്റ് പേജിൽ പ്രാധാന്യത്തോടെ കൊടുത്തതും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ചൊടിപ്പിച്ചിരുന്നു. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ ഗവർണർക്ക് തുടർ നിയമനം ലഭിക്കൂ. ഈ സാഹചര്യത്തിൽ ഗവർണർ നടത്തുന്ന നീക്കം BJP തുടർഭരണത്തിൽ എത്തുമെന്നതിന്റെ സ്ഥിരീകരണമാണെന്ന് പരിവാറുകാർ പ്രചരിപ്പിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ 5 കൊല്ലം കൂടി ഗവർണറായി തുടരണമെന്ന അഭിപ്രായം BJP അധ്യക്ഷൻ K സുരേന്ദ്രനും പങ്കുവച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശാഭിമാനിയുടെ വാർത്ത.